ഹലോ, അപ്പോൾ എല്ലാവർക്കും ബിലൈറ്റഡ് ഹാപ്പി ഓണം. അപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ആക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിവിയും വിഷ്ണുവേട്ടനും നീച്ചിട്ടുണ്ടായിരുന്നില്ല. മാലു, ഞാൻ, അമ്മ, ലീലമ്മ, കണ്ണേട്ട ഞങ്ങളെല്ലാവരും നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിച്ചും നീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നീച്ചപ്പോൾ തന്നെ ഞാൻ നെയ് പോളിഷ് ഇട്ടു കേട്ടോ. വിവി നീച്ചാൽ പിന്നെ നെയ് പോളിഷ് ഇടാൻ നടക്കില്ലല്ലോ. അങ്ങനെ ഉമ്മർത്തിക്ക് വന്നപ്പോൾ പൂടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണേട്ടൻ്റെ. അപ്പോൾ കണ്ണേട്ട ഇട്ട പൂക്കളാട്ടോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളെ വിവിയുടെ സമയമായപ്പോൾ വിവി നീച്ച് വന്നു കേട്ടോ. വിവി ഒരു 9 മണി ടൈമിലായിട്ട് നീക്കുക. അപ്പോൾ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു സുന്ദരനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വിവിയുടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അവ നിൽക്കാൻ പഠിച്ചപ്പോൾ ഇരിക്കാൻ മറന്നു വന്ന്. അപ്പോൾ വിവി അങ്ങനെ ഇരുന്ന് കളിക്കുകയില്ല കേട്ടോ. ഫുൾ നിൽക്കലാട്ടോ. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇരിക്കുക ചെയ്യുക. പിന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇതല്ല കേട്ടോ എൻ്റെ ഓണക്കോടി ധാവണിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഞാൻ കുറച്ച് മുന്നേ മീഷോന്ന് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. പിന്നെ നമ്മൾ ബേബിയുടെ ഫസ്റ്റത്തെ ഓണല്ലേ, അപ്പോൾ സദ്യയൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടാട്ടോ. അപ്പോൾ പിന്നെ വിവിക്ക് പിന്നെ ഉറക്കല്ലേ. വിവി ഓണത്തിൻ്റെ ദിവസം ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അതിന് അടുക്കളയിൽ വന്നപ്പോൾ നമ്മുടെ ഫുഡ് ഒരു 9 മണിയുടെ ഉള്ളിൽ എല്ലാ സദ്യയും സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മി ലീലമ്മയും കൂടിയിട്ട് സദ്യക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ എല്ലാതും അരിഞ്ഞു വെച്ചു, തേങ്ങയൊക്കെ ചെറുകി വെച്ചു, വറുത്ത് വെച്ചു. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഇത് ഉണ്ടാക്കാനായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓണമായി കഴിഞ്ഞാൽ പഴം പപ്പടം അല്ലേ, ഓണത്തിൻ്റെ 3-4 ദിവസം ഇവിടെ പഴം പപ്പടം കേട്ടോ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾ അവിടെ അങ്ങനെ ഉണ്ടാച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിവിടെ പഴവും പപ്പടം കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇതാണെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്കാണെച്ചാൽ ഒരുപാട് പപ്പടം വേണം. ഒരു 2 പഴം കഴിക്കാൻ തന്നെ ഒരു 4-5 പപ്പടയ്ക്ക് വേണം കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമായിട്ടോ പഴവും പപ്പടവും. അതും ചൂടോർക്കനെ കാച്ചിയിട്ട് പപ്പടം കൊടുന്നേരില്ല, ആ ചൂട് വിടാതെ. അതാട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മാലു ഞാനും കൂടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കുക കേട്ടോ. ഇവിടെ എല്ലാ കൊല്ലവും നമ്മൾ ഓണത്തിനും കൊടുക്കും. അവർ പെരുന്നാൾ അതിനൊക്കെ നമുക്ക് ഫുഡ് തരും കേട്ടോ. അപ്പോൾ ഇതൊരു രസമാണല്ലേ നമ്മൾ 4 പേർ അങ്ങനെ കൊടുക്കുന്നത്, നമ്മൾ അയൽവാസികൾക്ക് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അമ്മ രാവിലെ 11 മണി ആകുമ്പോഴേക്കും എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിന് നേരത്തെ ഫുഡ് കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന മുന്നേ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് വിഷ്ണുവേട്ടൻ നീച്ച് വന്നിട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ നല്ല ഭംഗിയില്ല പിന്നെ അടുത്ത് ചോറിട്ട് ഷർട്ട് വന്ന് പിന്നെ ഒരു തന്ന കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ ഈ ഓണക്കോടി വിഷ്ണുവേട്ടൻ്റെ അനിയ എടുത്ത് കൊടുത്ത കേട്ടോ. വൈഷ്ണവേട്ടനാട്ടോ ഈ ഡ്രസ്സ് എടുത്ത് കൊടുത്ത് നല്ല ഭംഗിയുണ്ട്, നല്ല മെറൂൺ കളർ ഡ്രസ്സാട്ടോ. അപ്പോൾ ഞാനും റെഡാണ്, നമ്മളെ വിവി റെഡാണ് കേട്ടോ. വിഷ്ണുവേട്ടൻ അപ്പോൾ കാര്യമായിട്ട് പറയുന്നത് ഓണല്ലേ, അപ്പോൾ നമ്മളെ വിവിയുടെ ഫസ്റ്റത്തെ ഓണമാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകണം, എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകണം, എല്ലാതും കൂടി എങ്ങനെ പോവുക, മഴ അനച്ചാൽ കുടുങ്ങും, ബൈക്കുമ്പോൾ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ധാവണി എടുക്കണേ, എങ്ങനെ വൺ സൈഡ് ഇരിക്കുക, അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യാട്ടോ. ലാസ്റ്റ് ഞങ്ങൾ അച്ഛമ്മയുടെ വീട്ടിലേക്ക് മാത്രമേ പോയുള്ളൂ. അമ്മമ്മോടേക്ക് പിറ്റേ ദിവസം പോകാറിഞ്ഞിട്ട് പിന്നെ വിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്കും പോയിട്ടോ. പിന്നെ ഇവിടെ കഴിക്കാൻ വേണ്ടി നോക്കട്ടെ. അപ്പോൾ കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം ഞാൻ കച്ചമ്പടയ്ക്ക് പോകാനും അതേപോലെ കട്ടിൽ മരത്തേക്ക് പോകാനും കേട്ടോ. അപ്പോൾ സാമ്പാറും ഉപ്പേരിയും പിന്നെ അവിയലും പിന്നെ ഈ ഒരു പൈനാപ്പിൾ അല്ല ബീട്രൂട്ടിൻ്റെ കിച്ചടിയും പിന്നെ പായസവും അങ്ങനെ ഒരു ചെറിയ രീതിയിൽ സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബേബിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കട്ടെ. മുണ്ടൊക്കെ എടുത്ത് മുണ്ടല്ല മറ്റേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇങ്ങനെ ടീഷർട്ടും ഇല്ല ട്രൗസറൊക്കെ ഊരിയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അത് മാലുവിൻ്റെ കുളി കഴിഞ്ഞ് വന്നു. മാലുവിൻ്റെ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാട്ടോ മാലു കുളിച്ച് മാലിനോട് വീട് അടിച്ചോരി തുറയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളുടെ ഡ്രസ്സിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങളന്ന് പരാഗ് പോയിട്ട് മെറ്റീരിയൽ എടുത്ത് അടിച്ചേട്ടാ മാലുവിൻ്റെ ഡ്രസ്സ്. വിൽക്കാന്ന് വെച്ചാൽ ഓണമായതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട് കേട്ടോ. ഭയങ്കര കരച്ചിൽ, ഉറക്കം വരല്, വാശി അങ്ങനെ ഇരുന്നിട്ട് വീട് ഓണം അങ്ങനെ ഇരുന്ന് ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അച്ഛമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ആൾക്കാരെ കണ്ടപ്പോൾ കരയുക, ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ആൾക്കാരെ കണ്ടപ്പോൾ കരയുക. പിന്നെ വിഷ്ണുവേട്ടൻ്റെ അമ്മയും അനിയനും കൂടിയിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടോ. അപ്പോൾ അവൻ ഇടയ്ക്ക് മാത്രമാണ് ഫോണിലേക്ക് നോക്കുള്ളൂ. പിന്നെ ഒരു TV വെച്ചിട്ടുണ്ട്, TV-യിലാണ് അവൻ കാര്യമായിട്ട് നോക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അമ്മ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വരില്ല ചിലപ്പോൾ അവ ഇല്ല പറയാം കേട്ടോ. കട്ടിൽ മരത്തേക്ക് പോവില്ല ചിലപ്പോൾ അങ്ങനെ തല്ലാട്ടോ. വേണ്ട പറഞ്ഞിട്ട്, കാരണം അവനെ അത് മാത്രമേ അറിയുള്ളൂ, വേണ്ട പറയാൻ മാത്രമേ വിവിക്ക് അറിയുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ ഡ്രസ്സ് മാറൽ കഴിഞ്ഞിട്ടാട്ടെ ഞാൻ ഈ ഒരു മൈലാഞ്ചിയുടെ ഈ ഒരു ഇതിട്ട് ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്നൊക്കെ മൈലാഞ്ചി ഇടണമെന്നുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നത്. ഇവിടെ അമ്മി മാലൊക്കെ ഇത് ഇടയിലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കൈമട്ടു ഇനി മറ്റേ കൈമയ്ക്ക് എനിക്ക് വയ്ക്കില്ലല്ലോ. അപ്പോൾ വിഷ്ണുവേട്ടനെ കൊണ്ട് ഇടിപ്പിക്കാം കേട്ടോ. അപ്പോൾ മാലു ഇങ്ങനെ വിഷ്ണുവേട്ടനെ എന്തൊക്കെയോ കളിയാക്കുന്നുണ്ട് കേട്ടോ. അവർ കൂടിയ കളിയാക്കലും പിന്നെ എന്തേലും അങ്ങോട്ടും കൂടി പറയില്ലോ. ഭയങ്കര ഇതാട്ടോ അവർ രണ്ടാളും, മാലും വിഷ്ണുവേട്ടനും കൂടിയിട്ട്. ഞാനും ബിഗ് ബി ആട്ടോ കാരണം പെട്ടെന്ന് ചോക്കാൻ വേണ്ടിയിട്ട്. മാലു സിങ്ങോ അങ്ങനെ ഏതൊരു മൈലാഞ്ചി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ അത്ര ചോത്തുണ്ടായിരുന്നില്ല.
പിന്നെ അത് അവളുടെ പുതിയ ഡ്രസ്സ് ഇട്ട ഒരു ഷോ, നമുക്ക് പുതിയ ഡ്രസ്സ് ഇട്ട ഒരു പൊലിവല്ലേ, അതിൻ്റെ ഇതാട്ടോ കുട്ടി കാണിക്കുന്നത്. വിവി അണിച്ചപ്പോൾ കരയുന്നത് കണ്ണേട്ട എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. വിവിക്ക് തിരുവോണത്തിന് കണ്ണേട്ടനെ മാത്രമേ പറ്റിയിരുന്നുള്ളൂ കേട്ടോ. കണ്ണേട്ട അങ്ങോട്ട് പോകുമ്പോൾ കരയുക, അങ്ങോട്ട് പോകുമ്പോൾ കരയുക, കണ്ണേട്ട നിഴല് കണ്ട കരയുക, കണ്ണേട്ട എടുക്കാതെ പോയ കരയുക, ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ. അവൻ ഇന്നെ പറ്റിയല്ല, വിഷ്ണുവിനെ പറ്റിയല്ല, അമ്മേനെ പറ്റിയല്ല. ഇപ്പോഴും ഞങ്ങൾ പ്ലാനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പോവുക, എവിടേക്ക് ആദ്യം പോവുക, ഒരു പ്ലാനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഡ്രസ്സ് മാറി ഫോട്ടോ എടുക്കണം. ഞാനച്ച ഇവിടെ മൈലാഞ്ചി ഇട്ടിരിക്കുക. അത് പിന്നെ ഒരു 10-15 മിനിറ്റ് ഇട്ടാൽ മതിയല്ലോ, നല്ല റെഡ് കളറാവുമല്ലോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇട്ടില്ല, ഒരു 5 മിനിറ്റ് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതാ മാലു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. പിന്നെ വിവീനെ എണ്ണയിൽ കൊടുത്തിട്ട് വിവിക്ക് ചോറ് വിളമ്പാൻ വേണ്ടിയുള്ളതാട്ടോ. അപ്പോൾ ഒരു അവനാണെച്ചാൽ വിഷ്ണുവേട്ടന് തീരെ പറ്റില്ല കേട്ടോ, എന്നെയും തീരെ പറ്റുന്നില്ല, വിഷ്ണുവേട്ടന് ആരെയും പറ്റുന്നില്ല കേട്ടോ. കണ്ണേട്ടനാണെച്ചാൽ അവിടെ വിളമ്പേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പോൾ മേശയിൽ 3-4 ആൾക്ക് ഇരിക്കുക. പിന്നെ നിലത്ത് വിവിക്ക് ഫസ്റ്റ് ഓണല്ലേ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മറ്റേ ഇലയിൽ പുളിയഞ്ചി അങ്ങനെ 1-2 കാര്യങ്ങളും പപ്പടം ഒക്കെ ഇട്ടിട്ട് ചെറിയ സദ്യ കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇലയൊക്കെ ഇട്ടിട്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ, ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയാലും നല്ല ഇഷ്ടമായിട്ടോ. ഇത് അങ്ങനെ ചോറൊക്കെ വിളമ്പിയിട്ട് വിവീനെ ഇരുത്തിയിട്ടൊക്കെ ആ ചെങ്ങനത്തെയൊക്കെ ഇത് അവനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങറാട്ടോ, പെട്ടെന്ന് വലുതായല്ലോ അങ്ങനെയൊക്കെ ഒരു ഇതാട്ടേക്ക്. അപ്പം നമ്മളെ വിവിയുടെ പിറന്നാൾ അവരെ ഇനി അടുത്ത ഇലയിട്ട് ഈ പിറന്നാളിന് വിളമ്പാലോ. അങ്ങനെ വിവി അനച്ചാൽ ചോറ് കയ്യും വായിണ്ട് വെച്ചാൽ വായയ്ക്കും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കഴിക്കേണ്ട കാര്യങ്ങളൊന്നും കുട്ടി വായിക്കും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കഴിക്കാം, പിന്നെ വായലിടാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമായിട്ട് വായിക്കും ഉണ്ടാവുള്ളൂ. പിന്നെ ചോറിനൊക്കെ ഒരു ഒട്ടലല്ലേ, അപ്പോൾ കയ്യും ആയി കഴിഞ്ഞാൽ അവന് ഇഷ്ടമില്ല കേട്ടോ, അവൻ ചിലപ്പോൾ കരയും. പിന്നെ അവിടെ പപ്പടമൊക്കെ പൊട്ടിച്ചിരുന്നിട്ട് വിരൽ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഞാൻ അവന് ജസ്റ്റ് 2 ഇങ്ങനെ ഉരുള വായ കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ വിവിക്കിപ്പോൾ ചെറിയ രീതിയിൽ മധുരവും ഉപ്പും ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കൊടുത്തിരുന്നില്ല. രാഗിയിലാണെച്ചാലും പനം കൽക്കണ്ട ഒന്നും ഇട്ടിരുന്നില്ല കേട്ടോ. ഇപ്പോഴാട്ടെ ചെറിയ രീതിയിൽ കൊടുക്കാൻ, ഡോക്ടർ കൊടുത്തോ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമായിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ വിവിക്ക് വെച്ചാൽ പുളിയഞ്ചി നല്ല ഇഷ്ടമുണ്ടായിരുന്നു. വലിയ എരിയൊന്നും ഇല്ല, നല്ല മധുരവും ഇല്ല, ചെറിയൊരു പുളിയൊക്കെ അങ്ങനെ വിവിക്ക് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിവിക്ക് വെച്ചാൽ മധുരത്തിനോട് താല്പര്യമില്ല. ഇപ്പോൾ നമ്മൾ ഉപ്മാവ് കൊടുത്താലും കറിയിൽ നിന്ന് കടലൊക്കെ എടുത്ത് കൊടുത്താൽ അവന് ഇഷ്ടമാട്ടോ. അവനങ്ങനെ എരിവ് ഇതൊരു അങ്ങനെ കരഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ, അവന് ഇഷ്ടം എരിവ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. ലീലമ്മ, ഞാൻ, കണ്ണേട്ടൻ, മാലു എല്ലാവരും ഇരുന്നു കേട്ടോ. അപ്പോൾ സദ്യ എന്ന് വെച്ചാൽ അടിപൊളി സദ്യ കേട്ടോ. ഇവിടെ അമ്മമ്മയും എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ താഴത്തേക്ക് നോക്കിയപ്പോൾ ബേബി അമ്മയും കൂട്ടിയിട്ട് ചോറിൽ അങ്ങോട്ട് ആകെ അഭിഷേകം നടത്തിയിരുന്നു കേട്ടോ. അവൻ്റെ വായിൽ മാത്രം ചോറ് എത്തിയിട്ടില്ല, ബാക്കി നിലത്ത് ഫുള്ള് ചോറ് എത്തിയിട്ടോ. പിന്നെ ലാസ്റ്റ് അമ്മ വാരി കൊടുക്കാൻ പറഞ്ഞിട്ട് അവന് കൊടുത്തു. ഇങ്ങനെ 3-4 വായ കൊടുത്തുള്ളൂ. പിന്നെ അവന് മിക്സിയിൽ ചോറ് അരച്ച് കൊടുക്കുകയായിട്ട് ചെയ്ത്. അപ്പോൾ അമ്മയും കിച്ചും പിന്നെ കേട്ടോ കഴിച്ച്. കിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചു തോന്നുന്നുണ്ട് ഈ വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ കിച്ചു പറയാ എൻ്റെ ഡ്രസ്സ് രസമില്ല എന്നിട്ട് എന്നോട് പറയുന്നത് സെറ്റുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഓണക്കോടി അല്ല, ഓണക്കോടി വേറെയാണ്, അത് ഇനി കട്ടിൽ മടത്തേക്ക് പോകുമ്പോഴേ ഇടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനച്ച ഡ്രസ്സിൻ്റെ അതിലൊക്കെ ഭയങ്കര അഭിപ്രായം പറയട്ടോ. രസമുണ്ട് പറയും, ഇല്ല ചെല്ലിയ പറയും. നമ്മൾ ചോദിക്കുന്നുണ്ട് ഇട്ട് കണ്ടിട്ട് വെച്ചാൽ ഡ്രസ്സ് രസമില്ല കേട്ടോ, ചിലപ്പോൾ പറയും ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, അങ്ങനെ പറയും കേട്ടോ. പിന്നെ വിവിയുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ആൾ കുറച്ച് ഓക്കെ കേട്ടോ. പിന്നെ സോഫയിൽ ഇരുന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ അച്ചമ്മോടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അവിടെ അച്ചമ്മ ദീപമേ കനച്ച വിളിക്കുന്നുണ്ടായിരുന്നു, വരുന്നില്ലേ ഫസ്റ്റത്തെ ഓണല്ലേ വെച്ചിട്ട്. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ നമ്മളെ വിവിക്ക് എടുത്തേച്ചിട്ടുണ്ട് ഇത്രേ. അപ്പം ഞങ്ങൾക്ക് അനച്ച അച്ചമ്മയ്ക്ക് ഓണപ്പട കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വിവി ഞങ്ങൾ കൂടെ വരില്ല, അവൻ ടാറ്റ പറയുമ്പോൾ കണ്ണേട്ടനെ നോക്കണം കേട്ടോ, കണ്ണേട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പറയുന്നത് ഞങ്ങളൊന്നും കൊണ്ടുപോകണില്ല, ടാറ്റ പോവല്ലേ ചാ അപ്പം നോക്കട്ടെ കണ്ണേട്ടനോട് പോരാനാ പറയുന്നത്. അങ്ങനെ വലിയച്ഛൻ്റെ കൂടെ ഇരുന്നു കേട്ടോ ഓണം ഉണ്ടായിരുന്നു. ഇങ്ങനെ സദ്യ ഫുഡ് ഉണ്ടാക്കി എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ദീപേമയും കുഞ്ഞുപാപ്പനെ കനച്ച ഓണഷൂട്ടിന് ഡ്രസ്സ് മാറാൻ പോയി കേട്ടോ. അപ്പോൾ ഞാനാണെച്ചാൽ ഇതെല്ലാം എൻ്റെ ഓണക്കോടി കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് പോയപ്പോൾ ഇമാനുവലിൽ നിന്ന് കണ്ട് ഇഷ്ടമായിട്ട് എടുത്ത ഡ്രസ്സാണ്. അത് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഷേപ്പാക്കാണ്ട് ഓപ്പൺ കയറ്റാണ്ട് കഴുത്ത് വെട്ടാണ്ട് കൈ റെഡിയാക്കാണ്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് പോന്നപ്പോൾ 1 സൈഡൊക്കെ ഇരിക്കേണ്ട വിവീനെ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. ധാവണി ഒന്നും എടുത്തിലും ചെന്നിട്ട് വേണം ധാവണി എടുത്തിട്ട് 2 ഫോട്ടോ ഒക്കെ എടുക്കാനും അങ്ങനെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദീപാമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പോൾ ഉള്ളിൽ പോയപ്പോൾ ചിഞ്ചു അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോണിലിരുന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഡ്രസ്സ് മാറിയാണ് മോളിലാണ് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ മോളിക്ക് പോയി. ഇവരോട് ഞാൻ പറഞ്ഞത് വരുന്നില്ല, കാറ് കിട്ടിയില്ല, ബൈക്കമ്മ വരാൻ പറ്റില്ല അങ്ങനെയായിട്ട് പറഞ്ഞു. മഴയൊക്കെ പെയ്താൽ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാട്ടവർ ഞങ്ങൾ വരുന്നില്ല വിചാരിച്ചിട്ടായിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവർ ഞങ്ങളെ കണ്ടപ്പോൾ നല്ല ഞെട്ടിയത് കേട്ടോ.
പിന്നെ ചിന്നും മിന്നും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർ ദീപേമൻ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കണമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കിച്ചു വന്നു. കിച്ചും ഞാനും വിഷ്ണു ആദ്യം ഇറങ്ങി, പിന്നെ ഏട്ടാ കിച്ചും മാലും ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ദീപേമയ്ക്ക് ഇവിടെ ഫ്രണ്ടിലത്തെ പ്ലേറ്റൊക്കെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ, അവർക്ക് മറ്റേ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ അച്ചമ്മയും മാലും കൂടിയിട്ട് സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകാൻ നോക്കി, പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ, കാരണം ഇനി അവിടെ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേണം കട്ടിൽ മാടത്തേക്ക് പോകാൻ. അപ്പം തന്നെ ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോയി വരുന്ന വരെ മഴ ഉണ്ടായിരുന്നില്ല, അതിന് വലിയ ഭാഗ്യം കേട്ടോ. മഴ പെയ്താൽ പിന്നെയും കുടുങ്ങില്ല, എവിടെയെങ്കിലും കയറിക്കണ്ടേ. അപ്പോൾ ഇവിടെ ഈ ഒരു ഡ്രസ്സ് എൻ്റെ അമ്മ എടുത്തെടുത്ത് ഓണക്കോടി കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇതാട്ടോ എൻ്റെ ധാവണി, ഈ ധാവണി ഡ്രസ്സ് ഉണ്ട് ചെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഈ ധാവണി ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പോയി ഡ്രസ്സ് മാറി. ഇനിയിപ്പോൾ കട്ടിൽ മടത്തേക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സ് തന്നെ വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറി കേട്ടോ. അപ്പോൾ അമ്മി കണ്ണേട്ടനും ലീലമ്മി അമ്മമ്മോടേക്കും പോവുക, ഞാനും വിഷ്ണുണ്ണും വീവി കട്ടിൽ മടത്തേക്കും പോകട്ടോ. അപ്പം ഞങ്ങൾ ഒപ്പം തന്നെ ആയിട്ട് ഇറങ്ങിയത്. ഞാനും വിവി നാളെ വരാൻ പറഞ്ഞ് അമ്മമ്മോടേക്ക് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാട്ടോ വിവിയുടെ ഓണക്കോടി ഞങ്ങൾ എടുത്തത്, വിഷ്ണുവായിട്ട് എടുത്ത ഡ്രസ്സ് ഇതാട്ടോ മാച്ചായിട്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് സ്കൂട്ടിയുമാണ്. അവിടേക്കുള്ളൊരു ബാഗ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ സ്കൂട്ടിയുടെ ഉള്ളിലും ഞാനൊരു ബാഗ് പുറത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയുമായിട്ടാണ് പോയത്. വേണ്ട ഏട്ട തലയിൽ താരനൊക്കെ ഇല്ലേ? ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് ചേച്ചി അളിയനും കുട്ടികളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മ തൃക്കാക്കരപ്പല്ലേ അങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ പാലക്കാട് അങ്ങനെ പൊതുവെ ഇല്ല. ഇവിടെ അമ്മയുടെ വീട് മറ്റേ ഇരിഞ്ഞാലവിടെ തൃശ്ശൂർ ആ ഭാഗമല്ലേ അവിടെ കേട്ടോ. അപ്പോൾ അവിടുത്തെ ആചാരങ്ങളാണ് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നത് ഇവിടെ വന്നിട്ട് തന്നെയാണ്. ഇങ്ങനെ തൃക്കാക്കരപ്പനെ വെക്കുക, നമ്മൾ ഓണത്തിന് പൂടും പുതിയ ഡ്രസ്സ് ഇടും അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടെ തലേ ദിവസം ഓണം വിളിക്കുക അങ്ങനെ എന്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വൈഷ്ണവേട്ട അവിടെ ചെക്കന്മാരെ കൂടിയിട്ട് ഓണക്കളി നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ വന്നു പറഞ്ഞപ്പോഴേക്ക് വരിക കേട്ടോ. അപ്പം ഞാൻ ആ ഡ്രസ്സിൽ തന്നെ മുല്ലപ്പ് വെച്ചിട്ട് കേട്ടോ. മുല്ലപ്പ് ഞാൻ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പെട്ടെന്ന് വെച്ചതിൽ ഇങ്ങനെ ആയിട്ട് വന്ന് ഇപ്പോഴാണ് ബാക്ക് നോക്കുമ്പോൾ നല്ല ബോറായിട്ട് തോന്നുന്നു കേട്ടോ. നമ്മൾ ബേബി അണച്ച രാവിലെ മുതലേ കരച്ചിലല്ലേ, ആ കരച്ചിൽ ഇവിടെ വന്നിട്ട് തുടർന്നുണ്ടായിരുന്നു കേട്ടോ. ആരടുത്തേക്കും പോവില്ല. പിന്നെ ചേച്ചിയുടെ കുട്ടികളെ കാണുമ്പോൾ അവൻ നോക്കും, അങ്ങനെ അവരെടുത്താലൊക്കെ കരയുകയാണ്. പക്ഷെ അവനങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അവന് പാലക്കുപ്പി കൊടുന്നില്ലല്ലോ, സോപ്പ് കൊടുന്നില്ലല്ലോ, രാഗിയാണേ. ഞങ്ങളാണിച്ചാ വീവിടെ സോപ്പ് എടുത്തില്ല, പാലിൻകുപ്പി എടുത്തില്ല. പാലിൻകുപ്പിയൊക്കെ വെള്ളമാക്കിയിട്ട് ടേബിൾ മേനെ വെച്ചോട്ടോ. അപ്പം അമ്മമ്മോടേക്ക് പോകുമ്പോൾ പായസം തൂക്കാത്രത്തിലാക്കിയിട്ട് അമ്മ പായസം അവിടെ വെച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഒന്നാമത് ഇപ്പം കരച്ചിലൊക്കെ ആയിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ധൃതിയിൽ പോന്നപ്പോൾ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവന് രാഗി ഇതും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ പരസ്പരം ഓണക്കോടി കൊടുക്കാൻ തുടങ്ങി കേട്ടോ. നാണം വരുന്നുണ്ടോനെ? അവനെ മുണ്ടെടുത്തില്ലടി, മുണ്ടെടുക്കാൻ മറന്നു. അമ്മേനെ വിളിക്കേ. നാളെ എത്ര വരുള്ളൂ? വരുണ്ടാവും. എനിക്ക് വെള്ളം കൊണ്ട് എടുക്കണ്ട പറഞ്ഞു അമ്മ. കണക്ക് തന്നടാ, തന്നോ? അത് പൊന്നുമ്മേടെ. കുഞ്ഞു പോണ്ടോ? കൊടുക്ക്. ഇഷ്ടായോ? അതൊക്കെ മോന്തോണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങട്
തപ്പോട്ടിക്ക തപ്പോട്ടുക കാച്ചു കൊടുത്ത തപ്പോട്ടി കാച്ചു ഇവർക്ക് അറിയില്ല അത്രയാ അങ്ങനെ തപ്പോട്ട് കേട്ടോ ഇന്നലെ ഇന്നലെ ഇതിന്റെ സെഷനാ തരുന്നുണ്ടോ എന്തൊക്കെ പുതിയ ഡ്രസ് ഉണ്ടോ കുട്ടിക്ക് നമുക്ക് പുതിയ ഡ്രസ് ഉണ്ടോ പുതിയ ഡ്രസ് ഉണ്ടോ ഇല്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല പെട്ടതും ഇത് കല്യാണത്തിന് ഡെഷ് കിട്ടിയോ ഡെഷ് കിട്ടിയോ ഡെഷ് കിട്ടിയോ അതാ അത്ര ഇറക്കം കുറവില്ലേ ഉള്ളിക്ക് പറക്കുന്നു കറക്റ്റാ ആരും തെറ്റിദ്ധരിക്കുന്ന കല്യാണമല്ല ഓണത്തിന്റെ ഇതാണ് എന്താ പറയാ ഓണക്കോടിയാണ് എല്ലാരും ഇപ്പോഴൊന്നും ഇതായി കിട്ടിട്ടോ തെറ്റിദ്ധരിക്കണ്ട അപ്പക്ക് കൊടുത്തോ അവന്റെ വോയിസ് ഓവർ ഉണ്ട് കേട്ടോ അത് അങ്ങനെ ഇടണേ വെള്ളം കൊണ്ട് എടുക്കാൻ ഞാൻ നന്നായി വൈഷ്ണവേട്ടൻ്റെ വക എല്ലാവർക്കും ഓണക്കോടിയെ കിട്ടിയിട്ട് പിന്നെ അവർ ഇരുന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കട്ട് ചെയ്തില്ല, ഞാൻ അതേപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ രസമല്ലേ. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ പിന്നെ കാണുമ്പോൾ അത് ഭയങ്കര ഒരു രസമാകുമല്ലോ. പിന്നെ അതാ കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ബേബി അണച്ചാൽ ഇപ്പോൾ എ സിയുടെ റിമോട്ട് കണ്ടാൽ മോളിക്ക് പൊക്കൂട്ടോ, കാരണം എ സി സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റിമോട്ട് മേടിച്ചതിൻ്റെ ചീറിലാണ് ഇപ്പോൾ അവിടെ കണ്ടിട്ടോ. അപ്പോൾ റിമോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ അവന് ഇഷ്ടമായി. അപ്പോൾ തപ്പിട്ട് ചിരിക്കുക അങ്ങനെ കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും അവ ഏകദേശം സെറ്റായിട്ടോ, കാരണം ഒന്ന് ഉറങ്ങി നീച്ചു, ഭക്ഷണം കഴിച്ചു, കുളിച്ചു, ഡ്രസ്സ് മാറി. അപ്പോഴേക്കും അവൻ ഒന്ന് സെറ്റായിട്ടോ. പിന്നെ കുറേ നേരം ഇവരൊപ്പം ഇരുന്ന് കളിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഏട്ടൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകാണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഏട്ടാ അമ്മായിയുടെ വീട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയുമേണ് പോണ്. മഴ പെയ്താലോ വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി വരാൻ വിചാരിച്ചിട്ട് സ്കൂട്ടിയും ഏട്ട പോണ്. അപ്പോൾ വിഷ്ണുവേട്ടൻ എല്ലാ കൊല്ലും അവിടെ സോനുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. സൂര്യ ചേച്ചിയും സതീഷേട്ടനും അവരെല്ലാവരും ഓണത്തിൻ്റെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ കോയമ്പത്തൂരാണ്, ഇവർ ഓണത്തിൻ്റെ ഇതായിട്ട് വന്നതാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കണ്ടിട്ടാട്ടോ സൂര്യ ചേച്ചി ഉള്ളിലേക്ക് ഓടുന്നത്. ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞത് ഏട്ടൻ്റെ ആദ്യത്തെ കുട്ടിയെ കാണാൻ പോവുക പറഞ്ഞിട്ടാട്ടോ. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സോനുവിനെ എടുത്തു കഴിഞ്ഞാൽ ബിവിക്ക് കുശുമ്പാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആയി. പിന്നെ അമ്മായി ഉണ്ടായിരുന്നു. അമ്മായി ചോളത്തിൻ്റെ
3-4 ദിവസം മുന്നേ വിളിക്കാൻ തുടങ്ങി കേട്ടോ, വായോ വായോ പറഞ്ഞിട്ട്. അമ്മായി വെച്ചാൽ ഒരുപാട് വട്ടം ചോറ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ വലിയ ആക്കണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് സദ്യ കഴിച്ചിട്ടേ പിന്നെ അച്ഛൻ പുറത്ത് പായസം കുടിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടിട്ടോ അമ്മായിൻ്റെ അങ്ങനെ. അമ്മായി വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോസും കാണും കേട്ടോ. അപ്പോൾ റോസ് പറയാം ചേച്ചിയുടെ വീഡിയോസ് കാണുന്ന TV-യിൽ ഇട്ടിട്ടാണ് കാണുക എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് പിന്നെ വിവിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യത്തിലെ കുറച്ച് വീഡിയോസില്ല. അപ്പോൾ വീഡിയോ കണ്ട അമ്മായിക്ക് അപ്പം മെസ്സേജ് കിട്ടോ കുറവുണ്ടോ വെച്ചിട്ട്. പിന്നെ അങ്ങനെ സൂര്യ ചേച്ചി നമ്മൾ വിവിക്ക് ഉണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഷർട്ടും ട്രൗസറും ആണ്. സോനുവിന് പിന്നെ നമ്മൾ ധാവണി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഇപ്പോൾ ഒരു വെള്ള പാവാട പിന്നെ ബ്ലൗസും പിന്നെ ഷാളും ഒരേപോലെ വരുന്നില്ലേ, ആ ഒരു ഇതാട്ടോ എടുത്ത്. പിന്നെ അമ്മായി വെച്ചാൽ വിവിനെ വളയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ വിവി അച്ഛൻ വളയണില്ല കേട്ടോ. പിന്നെ വിഷ്ണുവേണ്ണ കാണിച്ച സോനുവിനെ മടിയെടുത്തിട്ട് ഓരോന്നിങ്ങനെ പറയുക, ഉമ്മ കൊടുക്കുക. ഇവിടെ ഒരാൾക്ക് അണച്ച അങ്ങനെ പൊട്ടുണ്ട് കേട്ടോ, ചുണ്ടൊക്കെ പോവുക, ഭയങ്കര ഇതാവും കേട്ടോ. ഇവന് നല്ല ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് ഇതാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ആദ്യമൊക്കെ വരുമ്പോൾ സോനുവിന് എടുത്താലും അവന് ഭയങ്കര കുശുമ്പായിട്ട് തുടങ്ങിയതായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒന്നുകൂടി വലുതായല്ലോ, ഇപ്പോഴും അതേപോലെയാണ് കേട്ടോ. അപ്പം അമ്മായി സൂര്യ ചേച്ചി 4 പറയുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് അവനങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സദ്യ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ലാലൂസ് കിച്ചൺ അതിട്ടോ സദ്യ മേടിച്ചിട്ടുണ്ടായിരുന്നു. സദ്യയാണ് അടിപൊളിയല്ലോ. അപ്പോൾ ഏട്ടൻ കഴിക്കുന്ന കണ്ടപ്പോൾ 2 ഒറ്റയ്ക്ക് കഴിക്കാൻ തോന്നിട്ട് കുറച്ച് ചോറും ബാക്കി ഇങ്ങനെ പച്ചടി അങ്ങനത്തെ ഒക്കെ ഇല്ലേ ഒക്കെ എടുത്തിട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ തിരുവോണ ദിവസം എനിക്കാണെന്ന് വെച്ചാൽ ഓണം വലിയൊരു സുഖമായി തോന്നിയില്ല കേട്ടോ. നിങ്ങളുടെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അങ്ങനെ വിവിക്ക് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഞാൻ അവനെ ഉറക്കണം. അപ്പോൾ ഇത്ര വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.